നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതന് 6 മാസത്തേക്ക് കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് അവധി അനുവദിച്ചു. അഭിഭാഷകർ മുഖേനയും ജയിൽ സൂപ്രണ്ട് വഴിയും സുഗതൻ സമർപ്പിച്ച അവധി അപേക്ഷ മേയർ വി രാജേഷ് കൗൺസിൽ യോഗത്തിൽ അറിയിക്കുകയും അത് കൗൺസിൽ വോട്ടിനിട്ട് അംഗീകരിക്കുകയുമായിരുന്നു. പൗണ്ടുകടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 അംഗങ്ങൾ കൈ ഉയർത്തി അവധി അപേക്ഷയെ പിന്തുണച്ചു. തുടർന്ന് നഗരസഭ ഔദ്യോഗികമായി സുഗതന് അവധി അനുവദിക്കുകയായിരുന്നു. കൗൺസിൽ യോഗത്തിൽ തടസ്സങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നഗരസഭാ വളപ്പിന് പുറത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. കോൺഗ്രസിനേക്കാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാളും ഉച്ചത്തിലുള്ള നിലവിളി നിങ്ങൾ കേൾക്കുന്നില്ലേ? അത് ഏഷ്യൻ ന്യൂസിലെ നഷ്ടവിലാപമാണ്. ക്ഷേത്ര ചുറ്റുമതിലിനുള്ളിൽ മുണ്ടിന്റെ പരസ്യത്തിനായി റീൽ ചിത്രീകരിച്ച സംഭവത്തിൽ പരാതി നൽകി ദേവസ്വം അധികൃതർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരണം നടന്നത്. സംഭവത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ചെങ്ങന്നൂർ പോലീസിന് പരാതി നൽകി. അധികൃതരുടെ അനുമതിയില്ലാതെയാണ് യുവവ് റീൽ ചിത്രീകരിച്ചത് എന്ന് പരാതി ഉന്നയിച്ച സംഘടനയുടെ ഭാരവാഹി ബിനു കുമാർ അറിയിച്ചു. ക്ഷേത്ര പരിസരത്ത് നാളെ അടിവസ്ത്രത്തിന്റെ പരസ്യവും അവന്മാർ ചിത്രീകരിക്കും. ആര് ചോദിക്കാൻ? കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പലിന്റെ നിലവിലെ അവസ്ഥ പരിശോധിക്കാൻ നാവികസേനയുടെ സഹായം തേടി മാരിടൈം ഡയറക്ടറേറ്റ്. കപ്പലിന്റെ നിലവിലെ അവസ്ഥ പരിശോധിക്കാൻ നാവികസേനയുടെ സാങ്കേതിക സഹായമാണ് തേടിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഈ നടപടി. കപ്പൽ അവശിഷ്ടത്തിന്റെ നിലവിലെ അവസ്ഥ, സ്ഥാനം, ഘടനാപരമായ സുരക്ഷിതാവസ്ഥ, ഹാനികരമായ ചരക്കുകൾ അടങ്ങിയ കണ്ടെയ്നറുകളുടെ അവസ്ഥ എന്നിവ പരിശോധിക്കണം. അപകട സാധ്യതയും വിലയിരുത്തണം. ഇതിനായി സതേൺ നേവൽ കമാൻഡിന് കത്ത് നൽകിയിട്ടുണ്ട്. അപകടം നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടും കണ്ടെയ്നറുകൾ അടക്കം നീക്കം ചെയ്യാനായിട്ടില്ല. കേരളമാണ് സ്ഥലം. ആ കണ്ടെയ്നറുകൾ വല്ലവനും ആക്രി വിലയ്ക്ക് തൂക്കി വെച്ചില്ലെങ്കിൽ ഭാഗ്യം. കാവേരി നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ നടത്താനിരുന്ന കൂടിക്കാഴ്ച ഉടൻ നടക്കില്ലെന്ന് ഉറപ്പായി. തിങ്കളാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കിയതായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചു. തമിഴ്നാടുമായി ചർച്ച നടത്തുന്നതിന് അനുയോജ്യമായ സാഹചര്യമല്ല നിലവിലുള്ളത് എന്നും അതിനാൽ തിങ്കളാഴ്ചത്തെ കൂടിക്കാഴ്ചയ്ക്കായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വരേണ്ടതില്ലെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജയെ കണ്ടാൽ കോൺഗ്രസിന് കർണാടകയിൽ അടിയിട്ടും, കണ്ടില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും പെടകിട്ടും. കോൺഗ്രസിന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം. PM ശ്രീ പദ്ധതി പിന്മാറ്റം സംബന്ധിച്ച നിലപാടിൽ മലക്കം മറിഞ്ഞ് UDF കൺവീനർ അടൂർ പ്രകാശ് MP. പദ്ധതിയിൽ തുടരണമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് അടൂർ പ്രകാശിന്റെ മലക്കം മറിച്ചിൽ. വിഷയം UDFൽ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. പദ്ധതിയിൽ തുടരണോ വേണ്ടയോ എന്നത് ഉപസമിതി റിപ്പോർട്ട് അനുസരിച്ച് പരിശോധിക്കും. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ വൈരുദ്ധ്യമൊന്നുമില്ലെന്നും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുഞ്ഞാലിക്കുട്ടി രാത്രി പകലാണ് എന്ന് പറഞ്ഞാലും കോൺഗ്രസുകാർക്ക് അതിൽ വൈരുദ്ധ്യം കാണാൻ കഴിയില്ലല്ലോ. പോലീസ് ഉദ്യോഗസ്ഥൻ സലാമിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ M ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. മുത്തങ്ങ സമരത്തിനിടെ കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാനും കോടതി വിധിച്ചു. പരിക്കേറ്റ സലാമിന് 3 ലക്ഷവും ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണം. അതിവേഗം വിധി പറയാനെടുത്തത് വെറും 23 വർഷം. വയനാട് മാനന്തവാടിയിൽ യുവതിയെ ബലം പ്രയോഗിച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. മുഖ്യപ്രതിയായ KC മനോജ്, ഒത്താശ ചെയ്ത കൊട്ടിയൂർ സ്വദേശി ബിന്ദു, യുവതിയുടെ ഭർത്തൃമാതാവ് എന്നിവരെയാണ് പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തത്. 2026 ഏപ്രിൽ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അമ്മയെ നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞ് അതിജീവിതയെ ഭർത്തൃമാതാവ് കൊട്ടിയൂരിലെ ഒരു വാടക വീട്ടിൽ എത്തിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 1-ാം പ്രതി മനോജ് യുവതിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. ഇതിനായി പ്രതി മനോജിൽ നിന്ന് ബിന്ദു പണം കൈപ്പറ്റുകയും ചെയ്തു. കേരളത്തിൽ ക്രമസമാധാനത്തിന്റെ വിസ്മയകാലം. ഗാസയിൽ ശാശ്വത സമാധാനം ലക്ഷ്യമിട്ട് ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കാനുള്ള ചരിത്രപ്രധാനമായ കരാറിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഗാസയിൽ പുതിയ പലസ്തീൻ ഭരണകൂടം നിലയിൽ വരുന്നതിനും യുദ്ധാനന്തര പുനരധിവാസത്തിനും വഴി തുറക്കുന്ന നിർണായക ചുവടുവയ്പ്പാണിതെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. കെയ്റോയിൽ ഈജിപ്റ്റ്, ഖത്തർ, തുർക്കി തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ആയുധങ്ങൾ ഉപേക്ഷിക്കാനും പ്രതിരോധ നിരയിൽ നിന്ന് പിൻവാങ്ങാനും ഹമാസ് സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും ഹമാസ് ജൂതന്മാർ ഉണ്ടാക്കിയ തട്ടിപ്പ് സംഘടനയാണെന്ന് അബ്ദു ജിഹാദി അഡിക്സ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ പോർ വിമാനങ്ങൾ തകർക്കപ്പെട്ടുവെന്ന് തെറ്റായ പ്രചാരണം നടത്തുകയും ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങളെ പുകഴ്ത്തുകയും ചെയ്ത മുൻ ഫ്രഞ്ച് നാവികസേന പൈലറ്റ് പിയറി ഹെൻറി ചു ഫ്രാൻസിൽ കസ്റ്റഡിയിലായി. ഫ്രഞ്ച് സേനയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള സൈനിക വിവരങ്ങൾ ചൈനീസ് ഏജന്റുമാർക്ക്
ചോർത്തി നൽകിയെന്ന ഗുരുതരമായ കണ്ടെത്തലിനെ തുടർന്നാണ് ഫ്രഞ്ച് ഇന്റലിജൻസ് ഏജൻസിയായ DGSI ഇയാളെ ചോദ്യം ചെയ്യുകയും വസതിയിൽ പരിശോധന നടത്തുകയും ചെയ്തത്. രഹസ്യവിവരങ്ങൾ വിദേശ ശക്തിക്ക് കൈമാറി, പ്രതിരോധ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി, രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ചാരപ്രവർത്തനം നടത്തിയത് നമ്മുടെ ചങ്കിലെ ചൈനയോട് ആയതുകൊണ്ട് ചൂവിനോട് പാവപ്പെട്ട കമ്മികൾ ക്ഷമിക്കുമായിരിക്കും. വിവാദങ്ങളെ തുടർന്ന് നാടുകടത്തപ്പെട്ട പ്രമുഖ ബംഗ്ലാദേശി എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ തസ്ലീമ നസ്രിൻ 19 വർഷത്തെ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം കൊൽക്കത്തയിൽ തിരിച്ചെത്തി. വെള്ളിയാഴ്ച ദില്ലിയിൽ നിന്ന് കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന തസ്ലീമയെ ആരാധകരും മനുഷ്യാവകാശ പ്രവർത്തകരും ശംഖുവിളിച്ചും പുഷ്പവൃഷ്ടി നടത്തിയുമാണ് സ്വീകരിച്ചത്. വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച അവർ വീണ്ടും കൊൽക്കത്തയിലെത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്നും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ അനുഭൂതിയാണ് ഉള്ളതെന്നും വികാരഭരിതയായി കൂപ്പുകൈകളോട് പ്രതികരിച്ചു. ഇതാണ് നമ്മൾ പറയുന്നത് BJP ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന്. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.